ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടി തിരുവചനത്തിൽ ധ്യാനിപ്പാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജീവൻ്റെ അപ്പമായി സ്വന്തം പുത്രനെ ഞങ്ങൾക്കായി നൽകിയ മഹാസ്നേഹമേ, അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, അവിടുത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ ജീവൻ്റെ വചനമായ ആത്മീയ വിരുന്ന് അവിടെ ഞങ്ങൾക്ക് തരുന്ന വലിയ ദയക്കായി നന്ദിയോടെ സ്തോത്രം. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതുപോലെ അവിടുന്ന് ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ, പ്രകാശിപ്പിക്കണമേ. വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനത്തിൻ്റെ ശക്തി സൗഖ്യവും ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നൽകുന്നതായിരിക്കാൻ തുണയ്ക്കണമേ. അവിടുന്ന് ഞങ്ങളെ വിളിച്ചതും തിരഞ്ഞെടുത്തതും ആക്കി വച്ചിരിക്കുന്നതുമായ ദൗത്യത്തിൽ ഞങ്ങൾ മുന്നേറുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ പ്രാപ്തരാക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം, അതിൻ്റെ 13-ാമത്തെ വാക്യം. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിക്കുവാൻ തുനിഞ്ഞില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മൂന്നാമത്തെ പ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ട സംഭവമാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. ശീമോൻ പത്രോസും മറ്റു ശിഷ്യന്മാരും മത്സ്യബന്ധനത്തിനായി പുറപ്പെടുന്നു. ആ രാത്രിയിൽ അവർക്ക് ഒന്നും പിടിക്കുവാനായി കഴിയുന്നില്ല. പുലർച്ചെ ആയപ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷനാണ്. യേശുവാണെന്ന് അവർ ആദ്യം മനസ്സിലാക്കുന്നില്ല. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്നായിരുന്നു അവരുടെ മറുപടി. പടകിൻ്റെ വലത്ത് ഭാഗത്ത് വീശുവാൻ യേശു ആവശ്യപ്പെടുന്നു. അവർ വീശി. വലിയൊരു മീൻകൂട്ടം അവർക്ക് ലഭിച്ചു. ഇപ്പോൾ പിടിച്ചത് കൊണ്ടുവരുവാൻ യേശു അവരോട് ആവശ്യപ്പെടുകയാണ്. അവർ വരുമ്പോൾ യേശു അവർക്കായി പ്രാതൽ ഒരുക്കിയിരിക്കുന്നവർ കാണുകയാണ്. അപ്പവും തീക്കനലിൽ ചുട്ട ചൂട് ഉള്ള മീനും. യേശു അപ്പവും മീനും എടുത്ത് അവർക്ക് കൊടുത്തതായി നാം അവിടെ വായിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആതിഥേയത്വം, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ക്രിസ്തുവിൻ്റെ ആതിഥേയത്വത്തിലേക്കുള്ള ക്ഷണം, ഇൻവിറ്റേഷൻ ടു ക്രൈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് എൻ്റെ ഉള്ളിൽ ബോധിപ്പിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതിനു മുൻപേ 40 മാസത്തോളമുള്ള യേശുവിനോടൊപ്പമുള്ള അവരുടെ ശുശ്രൂഷകളും ഇതെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് വീണ്ടും അവരുടെ തൊഴിലിലേക്ക് മടങ്ങുന്ന ശിഷ്യന്മാർ, അവർ കണ്ടതും കേട്ടതുമെല്ലാം മറന്നുപോയോ എന്ന് തോന്നുമാറ് വീണ്ടും മത്സ്യബന്ധനത്തിലേക്ക് പോകുന്നു. എന്നാൽ യേശു അവരെ അന്വേഷിച്ച് ചെന്ന് അവരെ യഥാസ്ഥാനത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 17 നാം വായിക്കുമ്പോൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ഈ ചെറുപ്പക്കാരെ യേശു കർത്താവ് വിളിക്കുകയാണ്, എന്നെ അനുഗമിക്കുക,
ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. അങ്ങനെ വിളിച്ചാണ് അവരെ 3.5 വർഷക്കാലം തന്നോടൊപ്പം കൊണ്ടു നടന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ശുശ്രൂഷകൾ ചെയ്യുവാനായി പലപ്പോഴും അവരെ നിയോഗിച്ചയച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് പറഞ്ഞത് എന്താണെന്ന് മത്തായി എഴുതിയ സുവിശേഷം 28-19-20 വാക്യങ്ങൾ നാം വായിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. വലിയൊരു ദൗത്യവും വാഗ്ദത്വവും അവിടെ നൽകി. എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അവർ മത്സ്യബന്ധനത്തിനായി പോയത്. ഇവിടെയാണ് യേശു അവർക്ക് പ്രാതൽ നൽകി അവരെ ഏൽപ്പിച്ച, അവരെ വിളിച്ച ആ മഹത്തായ ആഹ്വാനത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ഗൗരവം അവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. 3 പ്രാവശ്യം ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ വീണ്ടും യേശു കർത്താവ് 3 പ്രാവശ്യം അവനോട് ചോദിക്കുകയാണ്, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഭാഗത്തെക്കുറിച്ച് നാം അനേകം സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കാനായി പോകുന്നില്ല. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് കൊണ്ട് 3 പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ പത്രോസിൻ്റെ ഉള്ളം ഉടയുവാനായി തുടങ്ങി. സകലതും നീ അറിയുന്നു എന്ന് പറയേണ്ട ആവശ്യം വന്നു. ഈ 3 പ്രാവശ്യ ചോദ്യത്തിലും യേശു കർത്താവ് പറഞ്ഞ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ വേളയിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾ ജീവൻ നൽകുവാൻ വന്നു, സമൃദ്ധിയായിട്ട് നൽകുവാൻ അത്രേ ഞാൻ വന്നത്. ഇത് കേട്ടിട്ട് ചില യഹൂദന്മാർ യേശുവിനെ മോശം വാക്കുകൾ പറഞ്ഞതായി നാം കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ ഈ വചനം നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നതയുണ്ടായി. അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവൻ്റെ വാക്ക് കേൾക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. ഭൂതമുണ്ട്, ഭ്രാന്തനാണ് എന്നൊക്കെയാണ് യേശുവിനെ ചില യഹൂദന്മാർ അന്ന് വിളിച്ചത്. കാരണം യേശു പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് ജീവൻ നൽകുവാൻ ഞാൻ വന്നു, സമൃദ്ധിയായി നൽകുവാൻ ഞാൻ വന്നു, അതാണ് 10-ാം വാക്യത്തിൽ. അനന്തരം യേശു ചില കാര്യങ്ങൾ പറയുകയാണ്. യഹൂദന്മാരോട് യേശു കർത്താവ് പറയുന്നു, 26-ാം വാക്യം, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല. നോക്കണേ, ഇസ്രായേൽ ജനത്തെ നോക്കി യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവർ അല്ല. പത്രോസിനോട് പറയുകയാണ്, എൻ്റെ ആടുകളെ പാലിക്കാം. ഏതാണ് ഈ ആട്? ഏതാണ് ഈ ആട്ടിൻകൂട്ടം?
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട പത്രോസ് ഇതിനെക്കുറിച്ച് ലേഖനം എഴുതുമ്പോൾ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പത്രോസ് ഇപ്രകാരം പറയുകയാണ്: മുൻപേ നിങ്ങൾ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചുറ്റിത്തിരഞ്ഞു, അലഞ്ഞു തിരിഞ്ഞു. മുമ്പ് നിങ്ങൾക്ക് ഇടയനില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 25-ാം വാക്യം. നിങ്ങൾ തെറ്റി ഒഴലുന്ന ആടുകളെപ്പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. യേശു ആരാണ്? ആത്മാക്കളുടെ ഇടയൻ. എങ്ങനെയാണ് യേശു ആത്മാക്കളുടെ ഇടയനായി മാറിയത്? എബ്രായർക്ക് ലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. എബ്രായർ 13:20 നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കേണ്ടതിന് അവൻ എന്നേക്കും മഹത്വം. ആമീൻ. നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു. നിത്യ നിയമത്തിൻ്റെ രക്തത്താലാണ് യേശു കർത്താവ് ആടുകളുടെ വലിയ ഇടയനായി മാറിയത്. ഇതൊരു മനുഷ്യനും എടുക്കുവാൻ കഴിയുന്ന പദവിയല്ല, യേശു ക്രിസ്തുവിന് മാത്രമുള്ളതാണിത്. ആടുകളുടെ വലിയ ഇടയൻ. പത്രോസ് ആടുകളുടെ വലിയ ഇടയനെന്ന് താൻ അവകാശപ്പെട്ടിട്ടില്ല. പത്രോസിൻ്റെ അടുത്ത് യേശു കർത്താവ് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് പറയുന്നെങ്കിലും പത്രോസ് സഭയെക്കുറിച്ച് പറയുന്ന പ്രസ്താവനയിൽ വളരെ ഗൗരവമായിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് യേശുവിനെ കുറിച്ച് പത്രോസ് പറയുമ്പോൾ യേശു പറയുകയാണ്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പലരും വിചാരിച്ചു പത്രോസാണ് ആ പാറ, പത്രോസിൻ്റെ മേലാണ് സഭ പണിയുന്നത്. വാസ്തവത്തിൽ യേശു ഉദ്ദേശിച്ചത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് പാറ, ശാശ്വത പാറ. അതേ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. നോക്കുക, പത്രോസ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ 1 പത്രോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ അത് വളരെ വ്യക്തമാണ്. 1 പത്രോസ് 2-4-5 വാക്യങ്ങളിൽ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക പുരോഹിത വർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു. പത്രോസിൻ്റെ അടുക്കൽ വന്നിട്ടാണെന്ന് പത്രോസ് അവിടെ പറയുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം പിതാവിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോൾ സഭ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടമാണ്. ആത്മാക്കളുടെ ഇടയനാണ് യേശു എന്ന് തിരിച്ചറിഞ്ഞ് നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനാണ് യേശു. ഒരു കാലത്ത് ഞാൻ ഇടയനില്ലാതെ ജീവിച്ചു, എന്നെ കരുതാൻ ആരുമില്ലായിരിക്കുന്നു, എനിക്ക് ഉപദേശം പറയാൻ ആരുമില്ല, എനിക്ക് ഉടമസ്ഥാവകാശം പറയാൻ ആരുമില്ല, എന്നെ താങ്ങുവാൻ ആരുമില്ല, എനിക്ക് ആശ്വാസം തരാൻ ആരുമില്ല, ഞാൻ കുഴഞ്ഞവനും ചിന്നിയവനുമായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഇടയനെ തിരിച്ചറിഞ്ഞു. കാണാതെ പോയ ആടായിരുന്നു, ഇടയനില്ലാത്ത ആടായിരുന്നു. ഇപ്പോൾ ഞാനിതാ ഇടയനെ തിരിച്ചറിയുവാൻ ഇടവന്നു. അങ്ങനെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആടായി മാറി. അതുകൊണ്ടാണ് പൗലോസ്
തൻ്റെ ആസിയയിലെ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ അവിടുത്തെ നേതാക്കന്മാരെ, മൂപ്പന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ചില പ്രസ്താവനകൾ താൻ പറയുന്നത്. വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. താൻ ഇങ്ങനെ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. കാരണം എന്താണ്? ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. എന്നിട്ട് ഈ ആട്ടിൻകൂട്ടത്തെ ഏതെങ്കിലും നേതാക്കന്മാരുടെ കയ്യിൽ അല്ല പൗലോസ് ഭരമേൽപ്പിക്കുന്നത്. വളരെ ഗൗരവമായി താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 12-ാം വാക്യത്തിൽ 32-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഒരു മനുഷ്യൻ്റെയും കയ്യിലല്ല ഈ ആട്ടിൻകൂട്ടം പൗലോസിൻ്റെ ശുശ്രൂഷയിലൂടെ നേടിയെടുത്ത ആട്ടിൻകൂട്ടത്തെ ഏൽപ്പിക്കുന്നത്. ആത്മീക വർധനവ് വരുത്തുന്ന ദൈവത്തിലും അവിടുത്തെ കൃപയുടെ വചനത്തിലും ഭരമേൽപ്പിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുക. ചെന്നായ്ക്കൾ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയിൽ പ്രാരംഭത്തിലേ താൻ പറഞ്ഞതാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവിടെ ആടുകളുടെ വേഷം കൊണ്ട് അടുത്തു വരുന്നു, അകമിയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളത്രേ. എൻ്റെ ആടുകളെ പാലിക്കാം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടമായ സഭ ക്രിസ്തുവിൻ്റെ ആടാണോ? ആ വലിയ ദൗത്യമാണ് അതിഥി സൽക്കാരം കഴിഞ്ഞിട്ട് ഏൽപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആടുകളെ പാലിക്കാം. ക്രിസ്തുവിൻ്റെ ആടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:26 യേശു പറഞ്ഞു, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലാകിയാൽ ഞാൻ പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയെ അറിയും, അവ എന്നെ അനുഗമിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ആതിഥേയത്വം സ്വീകരിച്ച ഒരു വ്യക്തി, അവനുള്ള പ്രത്യേകതകളാണ് ഈ 3 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. അതായത് കേൾക്കുക എന്ന് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. എൻ്റെ ആടുകൾ എൻ്റെ വചനം അനുസരിക്കും, ഞാൻ അവയെ അറിയുന്നു. ഈ ദുഷ്ടലോകത്തിൽ, ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ എത്രമാത്രം ബുദ്ധിമുട്ട്. ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നിന്ന പരിഹാസം വർദ്ധിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന് അവരെ അറിയാം. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ് അവർ ആയിരിക്കുന്നതെന്ന് കർത്താവിന് അറിയാം. എൻ്റെ ആടുകളെ ഞാൻ അറിയുന്നു. എന്നാൽ ഈ ആടുകൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, അവ എന്നെ അനുഗമിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് അവസാനിക്കുന്നതല്ല. യേശു ക്രിസ്തുവിനെ അനുദിനം അനുഗമിക്കുന്ന ജീവിതമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ചെല്ലാം ശിഷ്യന്മാരോട് പറഞ്ഞ ഉടനെ തന്നെ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഭാരപ്പെടേണ്ടത് എന്നെ അനുഗമിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണെന്ന് യേശു വളരെ വ്യക്തമായി പഠിപ്പിച്ചിരുന്നു.
ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു: മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്: എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, ഒരുവൻ എൻ്റെ ആടായി ജീവിക്കുവാൻ ആഗ്രഹിച്ചാൽ, നാൾതോറും, ഡെയിലി ലൈഫാണ് ക്രിസ്ത്യൻ ലൈഫ്. ഞായറാഴ്ച മാത്രമുള്ളതല്ല, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമുള്ളതല്ല. ഒരു ദൈവ പൈതലിന്, ഒരു ക്രിസ്തുവിൻ്റെ ഇടയനായി അംഗീകരിച്ച ഒരു വ്യക്തിക്ക് ഞായറാഴ്ച മാത്രമല്ല പരിശുദ്ധ ദിവസം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എല്ലാം അവന് പരിശുദ്ധ ദിവസമാണ്. ഈ ദിവസങ്ങളിലെല്ലാം അവൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. തന്നെത്താൻ നിഷേധിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. ഏതാണ് ഈ തൻ്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ? അതിനെക്കുറിച്ച് ഗലാത്യർക്ക് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഗലാത്യർ 5:24 ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തിൻ്റെ രാഗമോഹങ്ങളെ ക്രൂശിച്ചിരിക്കുന്നു. അതാണ് ഒരുവൻ്റെ ക്രൂശ്. എൻ്റെ പാഷൻസ് ആൻഡ് ഡിസയേഴ്സ്. ഇനി അതല്ല, ക്രിസ്തുവിൻ്റെ പാഷനും ഡിസയറുമാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ജഡത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതൊരു ക്രൂശാണ്. ഞാൻ ആ ക്രൂശ് ചുമന്നേ മതിയാത്തുള്ളൂ. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുപത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ ഈ വലിയൊരു ദൗത്യത്തിലേക്കാണ് ക്രിസ്തുവിൻ്റെ ആതിഥേയത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗൗരവമായൊരു കാഴ്ചപ്പാട്. അതുകൊണ്ട് വെറും ഭക്ഷണം മാത്രം ഇവിടെ നമുക്ക് കാണുവാനായി കഴിയത്തില്ല. പിന്മാറ്റത്തിലേക്ക് പോയ ശിഷ്യന്മാരെ ഒരു ആതിഥേയനായി അവർക്ക് പ്രഭാത ഭക്ഷണം നൽകി അവരെ വിളിച്ച വിളി എന്തിനാണെന്ന് അവരെ ഓർമ്മപ്പെടുത്തി, അവരെ ഭരമേൽപ്പിച്ച ദൗത്യം എന്താണെന്ന് അവരെ ഓർമ്മപ്പെടുത്തി, വലിയൊരു വാഗ്ദത്തം കൂടെ അവർക്ക് നൽകുകയാണ്. ഇനി നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ പാർപ്പിൻ. പെന്തക്കോസ്ത് ഉത്സവം നടക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് തൊട്ടടുത്ത മാളിക മുറിയിലിരുന്ന ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നു. അവർ ശക്തരായി തീർന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ശിഷ്യരായി ജീവിക്കുവാൻ അവർ പ്രാപ്തരായി തീർന്നു. പിന്നീട് ഒരിക്കലും അവർ മത്സ്യബന്ധനത്തിന് പോയിട്ടില്ല. പിന്നെ അവർ മനുഷ്യരെ പിടിക്കുന്നവരായി മാറി. ഇന്ന് സഭയ്ക്ക് ഒരുപാട് അറിവുകളുണ്ട്. എന്നാൽ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ബലത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും അധികാരത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് വാസ്തവമായി ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം നിർവഹണം ശരിയാവിധം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ മറ്റുള്ളവർ കൊടുക്കുവാനായി, അത് ക്രിസ്തു അവർക്ക് നൽകുന്നതായി അവർക്കത് മനസ്സിലാകേണ്ടതിന്, അവരുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതിന്, അവരുടെ ജീവിതത്തിന് രൂപാന്തരം സംഭവിക്കേണ്ടതിന്, അതിന് ചാലകങ്ങളായി മുന്നേറുവാൻ ഈ കാലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ വിനയപ്പെടുത്താം. പത്രോസിനെ പോലെ ക്രിസ്തുവിനെ തള്ളിപ്പറയുവാനല്ല, ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി പെന്തക്കോസ്ത് നാളിൽ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേർ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യരായി തീർന്നു. കർത്താവിൻ്റെ കൽപ്പന തന്നിലൂടെ നിവർത്തിക്കുവാനായി തുടങ്ങി. 3000, 5000. യെരൂശലേമിലെ സഭയ്ക്ക് പീഡനം വന്ന ശേഷം കർത്താവ് പറഞ്ഞതുപോലെ യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം
കർത്താവിൻ്റെ സാക്ഷികളായിരിക്കാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ബലപ്പെടുത്തി. 2000 വർഷമായിട്ടും ആ വലിയ ദൗത്യം നിറവേറിക്കൊണ്ടേയിരിക്കുന്നു. ആ ദൗത്യത്തിൽ പങ്കാളിയാകുവാൻ അവിടുന്ന് നമ്മെ വിളിച്ചു. കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം അവിടുത്തെ തിരഞ്ഞെടുത്തതല്ല, അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തു. നാം പോയി ഫലം കായ്ക്കേണ്ടതിനും നമ്മുടെ ഫലം നിലനിൽക്കേണ്ടതിനും അവിടുന്ന് നമ്മെ ആക്കി വച്ചിരിക്കുന്നു. ആ ഉത്തമ ബോധ്യത്തോടുകൂടെ നമ്മുടെ മുന്നോട്ടുള്ള ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ ജീവിതം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.